9 വയസ്സുകാരിയെ വാഹനം ഇടിപ്പിച്ച് കോമയിലാക്കിയ സംഭവത്തിൽ പ്രതി ഷജിലിനെ വടകരയിലെത്തിച്ചു. കുട്ടിയെ ഇടിച്ചിട്ട ശേഷം ഒളിവിൽ പോയത് പേടിച്ചിട്ടെന്ന് ഷജിൽ പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഷജിലിനെ പിടികൂടിയത്. അരുൺ അലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഷജിലിനെ വടകരയിൽ എത്തിച്ചിരിക്കുകയാണ്. വടകരയിൽ നടന്ന വാഹനാപകടത്തിൽ മുത്തശ്ശി മരിക്കുകയും കൊച്ചുമകൾ കോമയിലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഷജിൽ ഒളിവിൽ പോയി തിരികെ വന്നപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതി പിടിയിലാവുന്നത്. അരുൺ അലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരി 17 നടന്ന ആ ഒരു അപകടത്തെ തുടർന്ന് അതിൽ മുത്തശ്ശി മരിക്കുന്നു, കൊച്ചുമോള് കോമയിലാവുന്നു. തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നോ എന്നത് സംബന്ധിച്ചൊന്നും ആദ്യം ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒടുവിൽ ഈ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. വിദേശത്തേക്ക് കടന്ന പ്രതി ഷജിൽ കോയമ്പത്തൂരിലേക്ക് എത്തിയപ്പോഴാണ് പിടിയിലായത്. തുടർന്ന് പോലീസിൽ വിവരം ലഭിക്കുകയും വടകരയിൽ നിന്നുള്ള പോലീസ് സംഘം കോയമ്പത്തൂരിലേക്ക് എത്തി. ഇപ്പോൾ ഉച്ചയോടുകൂടെയാണ് പ്രതിയെ ഈ എയർപോർട്ടിൽ നിന്നും വടകരയിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് കൈമാറിയത്. നേരത്തെ തന്നെ ഈ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. ഈ റെയിൽവേ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ വെച്ച് ഷജിൽ പറയുന്നത് താൻ പേടിച്ചിട്ടാണ് ഇതുവരെ പുറത്തു പറയാതിരുന്നത്. ഈ അപകടം നടന്ന കാര്യം പുറത്തു പറയാതിരുന്നത്, ഇടിച്ചിട്ട ശേഷം ഒളിവിൽ പോയതും താൻ പേടിച്ചിട്ടാണ് എന്നുള്ളതുമാണ്. പ്രധാനമായിട്ട് ഈ പ്രതിയോട് ചോദിച്ചത് ഇതിൽ ഏതെങ്കിലും കുറ്റബോധമുണ്ടോ, എന്താണ് കീഴടങ്ങാൻ കാരണം കീഴടങ്ങാതിരുന്നത് തുടങ്ങിയ കാര്യമായിരുന്നു ചോദിച്ചത്. അപ്പോഴാണ് തെറ്റുപറ്റിപ്പോയ എന്ന ചോദ്യത്തിന് തെറ്റുപറ്റി എന്ന മറുപടി പറഞ്ഞില്ല. പകരം തനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ കീഴടങ്ങാതിരുന്നത് എന്നുള്ളതാണ് ഷജിൽ പറയുന്നത്. ഏതായാലും വടകരയിൽ നിന്നുള്ള സംഘം ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും പ്രതിയുമായി വടകരയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ശരി.